2016 നവംബർ 8-നായിരുന്നു രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. ഒരൊറ്റ രാത്രി കൊണ്ട് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം കള്ളപ്പണവും വ്യാജനോട്ടും അഴിമതിയും തടയാനാണെന്നായിരുന്നു. പ്രഖ്യാപനത്തിന് ശേഷമുള്ള ദിനങ്ങൾ പൊതുജനങ്ങൾ പൊറുതിമുട്ടി. ബാങ്കുകൾക്ക് മുന്നിൽ അസാധാരണമായ വരികൾ രൂപപ്പെട്ടു. പരിഭ്രാന്തരായ ജനം ATMകൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നു. രാജ്യത്ത് കനത്ത സാമ്പത്തിക തകർച്ച ഉണ്ടായി, പ്രത്യേകിച്ചും ചെറുകിട വ്യാപാര മേഖലയിൽ. ഈ ദുരിതമെല്ലാം അനുഭവിച്ചിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഏതെങ്കിലും ലക്ഷ്യം നടപ്പിലായോ? ഇല്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് കാണിക്കുന്നത് ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷവും വ്യാജ നോട്ടുകളുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 54.61 കോടി രൂപയിലധികം മൂല്യമുള്ള വ്യാജ കറൻസികളാണ് 2024 മാത്രം പിടിച്ചെടുത്തത്. അതിൽ ഏകദേശം 6,500,000 രൂപ നോട്ടുകളും 1,00,000-ലധികം 2,000 രൂപ നോട്ടുകളും ഉൾപ്പെടുന്നുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷം ഏറ്റവും ഉയർന്ന തോതിൽ കള്ളനോട്ട് പിടികൂടിയ വർഷങ്ങളിൽ 3-ാം സ്ഥാനമാണ് 2024-നുള്ളത്. വ്യാജ നോട്ടുകളടക്കം ഇല്ലാതാക്കാൻ 2016-ൽ മോദി സർക്കാർ നടപ്പിലാക്കിയ നോട്ട് നിരോധനം ഫലം കണ്ടിട്ടില്ല എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഈ കണക്കുകൾ. 2017 മുതൽ ആകെ 638 കോടി രൂപയുടെ വ്യാജ കറൻസികളാണ് രാജ്യത്തൊട്ടാകെ പിടിച്ചെടുത്തിട്ടുള്ളത്. COVID-19 പൊട്ടിപ്പുറപ്പെട്ട 2020-ൽ 92 കോടി രൂപയുടെ വ്യാജ നോട്ടുകളാണ് പിടിച്ചെടുത്തത് എങ്കിൽ 382.6 കോടി വിലമതിക്കുന്ന വ്യാജ കറൻസികൾ എന്ന നിലയിലേക്കായിരുന്നു 2022-ൽ കണക്കുകൾ ഉയർന്നത്. 500 രൂപയുടെയും 2000 രൂപയുടെയും വ്യാജ നോട്ടുകളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. 2024-ൽ അധികൃതർ പിടിച്ചെടുത്ത 500 രൂപയുടെ വ്യാജ നോട്ടുകളുടെ എണ്ണം 2016-ൽ പിടിച്ചെടുത്തതിനേക്കാൾ ഏകദേശം 4 ഇരട്ടിയായാണ് വർദ്ധിച്ചത്. അതേസമയം നോട്ട് നിരോധനത്തിന് ശേഷം അവതരിപ്പിച്ച 2000 രൂപ നോട്ടുകളുടെ വ്യാജന്റെ എണ്ണം 2017-നേക്കാൾ ഇരട്ടിയോളവും വർദ്ധിച്ചിട്ടുണ്ട്. ഇവ രണ്ടും നോട്ട് നിരോധനത്തിന് ശേഷം പുതുതായി സർക്കാർ പുറത്തിറക്കിയതാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ നിങ്ങൾക്ക് സംശയം തോന്നാനിടയുള്ള ഒരു കാര്യം 2000-ന്റെ കറൻസിയുമായി ബന്ധപ്പെട്ടാണ്. അത് 2023-ൽ പിൻവലിച്ചിരുന്നെങ്കിലും ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ് അതിന്റെ വസ്തുത. 2026 ഏപ്രിലിലെ കണക്ക് പ്രകാരം 2000-ന്റെ 98.47% കറൻസികൾ മാത്രമേ ഇപ്പോഴും RBIയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളൂ. NCRB രേഖപ്പെടുത്തിയ ഡാറ്റയ്ക്ക് പുറമെ 2020-21-നും 2024-25-നും ഇടയിലുള്ള 5 വർഷത്തെ കാലയളവിൽ ബാങ്കുകളിലെത്തിയ നോട്ടിൽ നിന്ന് വിവിധ മൂല്യങ്ങളിലുള്ള 11 ലക്ഷത്തിലധികം വ്യാജ നോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പാർലമെന്റിൽ സമർപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആകെ 40.26 കോടി രൂപ വിലമതിക്കുന്നതാണ് ഈ കറൻസികൾ. അതായത് ഓരോ വർഷവും ശരാശരി 2 ലക്ഷം വ്യാജ നോട്ടുകളാണ് ബാങ്കുകളിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം എന്തിനായിരുന്നു നോട്ട് നിരോധനം എന്നതാണ്. മോദിയുടെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിലുടനീളം 10,000-കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ. നേരിട്ടല്ലെങ്കിൽ പോലും നോട്ട് നിരോധനം ഉണ്ടാക്കിയ ആഘാതങ്ങളായിരുന്നു ഈ മരണങ്ങൾക്കെല്ലാം കാരണം. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ കണക്ക് പ്രകാരം ഏകദേശം 100-ലധികം പൗരന്മാരാണ് ഇതേ തുടർന്ന് മരിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരം മരണങ്ങൾ ആദ്യം നിഷേധിച്ച മോദി സർക്കാർ 4 മരണങ്ങൾ മാത്രമേ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ലക്ഷ്യങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല എന്നിരിക്കെ ആരാണ് ഈ മരണങ്ങൾക്കെല്ലാം ഉത്തരവാദിത്തം പറയുക എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.